അമ്മ ഉറങ്ങാൻ പോവായിരുന്നോ? ആര് പറഞ്ഞു? എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്താ? ഒന്നുമില്ല. എനിക്കെന്താ അമ്മയുടെ അടുത്തൊന്നും ഇരുന്നൂടെ? അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ മുഖം കണ്ട എന്തോ ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ടെന്ന് തോന്നും. അതായി അമ്മമാരുടെ കുഴപ്പം. മക്കളുടെ മുഖം കണ്ട കാര്യം മനസ്സിലാവും. എന്നാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരാൾക്കൊരു പ്രസന്റ് വാങ്ങിക്കണം. പക്ഷെ എന്ത് വാങ്ങണമെന്ന് നിശ്ചയമില്ല. ഇത്രയും പ്രായമായ നിനക്ക് എന്ത് പ്രസന്റ് വാങ്ങണമെന്ന് കൺഫ്യൂഷനോ? അതല്ല അമ്മേ, ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നൊരു പ്രസന്റാ. അതുകൊണ്ടാ. ആണിനാണോ പെണ്ണിനാണോ? പെണ്ണിനാ. നിന്റെ കൂട്ടുകാരിയാണോ? അല്ല. ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ സിസ്റ്ററാണോ? അതുമല്ല. പിന്നെ ആരാടാ? നിന്റെ ഏതെങ്കിലും ടീച്ചേഴ്സാണോ? അല്ല അല്ല അല്ല. പിന്നെ ആരാന്ന് പറയടാ. അത് നിത്യയ്ക്കാ. എന്താ ഇപ്പോ അങ്ങനെ ഒരാഗ്രഹം? അങ്ങനെ തോന്നി. അതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, നിത്യ ഒന്ന് വിളിക്കേ. എന്നിട്ട് നിത്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിക്കേ. നിനക്കങ്ങ് വിളിച്ചൂടെ? നിങ്ങൾ തമ്മിലുള്ള കല്യാണമല്ലേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ കാലത്ത് കല്യാണം ഉറപ്പിച്ച പയ്യനും പെൺകുട്ടിയും തമ്മിൽ എത്ര നേരവും സംസാരിക്കുന്നത്? ഏയ്, ഞങ്ങൾക്കതൊന്നും ശരിയാവില്ല. അമ്മ ഒന്ന് ചോദിക്കാമേ. ശരി ശരി. എന്റെ മോൻ നിത്യയുടെ കാര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്തം കാണിക്കുമ്പോൾ എനിക്ക് പിന്മാറാൻ പറ്റില്ലല്ലോ. ഞാൻ വിളിക്കാം. സ്പീക്കറിൽ സംസാരിക്കേ. ഹലോ അമ്മേ. മോള് തിരക്കിലായിരുന്നോ? അമ്മ വിളിച്ച പിന്നെ എന്ത് തിരക്ക്? അതെ മോളെ, മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? എന്താ അമ്മ ചോദിക്കാൻ? പറയ്. ഡ്രസ്സാണോ, ആഭരണമാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? വേണ്ട വേണ്ട, എന്റെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചിട്ട് അമ്മ വീണ്ടും എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടാനുള്ള ഏർപ്പാടല്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് ആഭരണങ്ങൾ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നു, കുറെ ഡ്രസ്സും എടുത്തു തന്നു. ഇനിയൊന്നും വേണ്ട കേട്ടോ. അയ്യോ, ഇനി ഒന്നും ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും അല്ല. മോളെ കുറിച്ചിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം. ഇതുകൂടി ഒന്ന് അറിയണമെന്ന് തോന്നി. സത്യമല്ലേ? അല്ലാതെ വാങ്ങിവെക്കാൻ ഓടിപ്പോന്നില്ലല്ലോ? ഇല്ല മോളെ. എന്നാ പറയാം. എനിക്ക് ജീവന്റെ ജീവനായൊരു കാര്യമുണ്ട്. അത് എന്റെ മോനല്ലേ? അയ്യേ ഈ അമ്മ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? പുസ്തകങ്ങളാ. നല്ല എഴുത്തുകാരുടെ നല്ല കൃതികള്. അതിനേക്കാൾ പ്രിയപ്പെട്ടതൊന്നും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ മോള് ഫോൺ വെച്ചോ. അമ്മ ഇതിനു മാത്രാണോ വിളിച്ചേ? ആ, ഇതും അറിയണം, പിന്നെ മോളുടെ സ്വരം ഒന്ന് കേൾക്കണം. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും കേട്ടോ. സാരല്ല അമ്മേ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ശരി മോളെ. ശരി അമ്മേ. ഇപ്പൊ സമാധാനമായല്ലോ. നിത്യമോളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞില്ലേ? താങ്ക് യു താങ്ക് യു താങ്ക് യു അമ്മേ. ഇവന്റെ ഒരു കാര്യം. സാറേ, ശരവണ, പെട്ടെന്ന് വാ. നമുക്ക് നല്ലൊരു ബുക്ക് സ്റ്റാളിലേക്ക് പോവാം. കുറെ പുസ്തകങ്ങൾ വാങ്ങിക്കണം. സാറേ, ഒരു കാര്യം ചൊല്ലടുമാ. എന്താ? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. സാറ് നിത്യ മേഡത്തോടെ ആഗ്രഹങ്ങളെല്ലാം ചോദിക്കുന്ന ഞാൻ കേട്ട്. എതുക്ക് സാർ ഇതെല്ലാം? എന്തിനാണെന്നോ? എന്റെ പെണ്ണിന്റെ ഇഷ്ടങ്ങള് ഞാനല്ലാതെ വേറെ ആരുടെ നോക്കണ്ടേ? സാർ, அந்த ஸ்ருதி பொண்ணு இல்லையா, அந்த விஷயத்துக்கு சாருக்கு வேற ஒரு பெருமாற்றம். அதுதான் எனக்கு பயமா இருக்கு. സാറേ, ശരിക്കും സ്നേഹിക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ കല്യാണം பண்ணாதுங்க സാർ. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? ശരവണ,
അവളെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞതാ. ഇനി നിത്യയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. തമ്മിൽ കണ്ടില്ല. എൻ്റെ ഇഷ്ടം പറയാനും പറ്റിയില്ല. ഒരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. എൻ്റെ സങ്കടങ്ങൾ പകുത്തെടുക്കുമായിരുന്നു അല്ലേ? ഒരു കണക്കിന് ഭാഗ്യം. ഈ വേദനയും നാണക്കേടും ഒന്നും ചുമക്കേണ്ടി വന്നില്ലല്ലോ തനിക്ക്. ഹരി, ഹരി, എടാ നീ ഒന്നിങ്ങ് വന്നേ. മഴ കനത്താ പിന്നെ കൃഷിയുടെ കാര്യമൊക്കെ കണക്കാ. മൊത്തം കൃഷിയും വെള്ളത്തിലാവും. ആ നീ കിടന്നുറങ്ങുമായിരുന്നോടാ? കണ്ണുമുഖമൊക്കെ വെല്ലാണ്ടിരിക്കുന്നു. അതെന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല വേണു. 3-4 ദിവസമായിട്ട് ഇവൻ എന്തോ മാറ്റമുണ്ട്. എന്താടാ കാര്യമെന്ന് ചോദിച്ചാ ഒന്നുമില്ലെന്നേ ഇവൻ പറയൂ. അത് പണ്ട് മുതലേ അങ്ങനെയാ അല്ലേടാ? 2-3 ദിവസമായിട്ട് നീ പാടത്തം ചെന്നിട്ടില്ലല്ലോ. അത് പിന്നെ ഓരോരോ കാര്യങ്ങളിൽ പെട്ടുപോയടാ. അല്ല മോനെ, നീ ഇരുന്നേ. ഞാനും വേണുവിന്റെ അച്ഛനും തമ്മില് രാവിലെ ഒന്ന് കണ്ടു. അപ്പോ അന്ന് ഇവരിവിടെ വന്നപ്പോ മോളെ കാണാൻ പറ്റിയില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കാനും പറ്റിയില്ല. അപ്പൊ ഇന്ന് വരട്ടെ എന്ന് ഇദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. അതമ്മാവ വീണയോട് ചോദിക്കാതെ. ആര് പറഞ്ഞു ചോദിച്ചില്ലാന്ന്? അവളോടല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്. അവളോടനെ ഒരുങ്ങിക്കൊണ്ടിരിക്ക. ഇന്ന് തന്നെ ഈ കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കണം ഹരി. ഇനി എന്തിനാ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്? മോളെ, ആച്ചാ, മോൾ ഇങ്ങോട്ടിരിക്കും. വേണ്ടമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം. മോളെ, ദേ ഈ തമ്മിൽ അറിയാവുന്ന കുടുംബങ്ങളിൽ നിന്ന് കല്യാണങ്ങൾ തീരുമാനിക്കുമ്പോൾ പെൺകുട്ടികളുടെ അഭിപ്രായം ചോദിക്കാറില്ലെന്നൊരു പറച്ചിലുണ്ട്. പണ്ടതൊരുപാട് കേട്ടിട്ടുള്ളതാ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടാവാൻ അച്ഛൻ കാരണക്കാരനാവുന്നില്ല. മോൾക്ക് മോളുടെ അഭിപ്രായം തുറന്നു പറയാം. പറഞ്ഞോ മോളെ, വേണുവിന് ഇഷ്ടമാണോ നിനക്ക്? ഇഷ്ടമാണ്. വേണുവേട്ടനെ എനിക്ക് മുമ്പ് തന്നെ ഇഷ്ടം. എന്നിട്ട് ഞാനെന്ന് ചോദിച്ചപ്പോ അത് എനിക്കങ്ങോട്ട് തുറന്ന് പറയാൻ എന്തോ. നിങ്ങൾ ചെറുക്കന്മാരെ പോലെയാണോ പെൺകുട്ടികള്? സമയവും സന്ദർഭം നോക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ? അല്ലേ മോളെ?
ഞാൻ എന്തായാലും തീരുമാനിച്ചു. വേണുവിന്റെ പെണ്ണ് ഇത് തന്നെയാ. അത് മനസ്സിലായി, അത് ആശ്വാസമായി. കാഴ്ചയും സമ്മതം പറിച്ചിലൊക്കെ ഒറ്റയടിക്കങ്ങ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ ആവാം. എന്താ വേണു? എടാ ഹരി, നീ എന്താന്നും പറയാത്തെ? എടാ, നീ ഇവിടെ അല്ലേ? പെട്ടെന്ന് നടത്തിക്കൂടാന്നാ അമ്മവൻ ചോദിക്കുന്നത്. അവന്റെ തലയിൽ ഇപ്പൊ തന്നെ കല്യാണ കാര്യങ്ങൾ കയറി കാണും. ഇല്ലോടാ, അവനല്ലേ മുന്നിൽ നിന്ന് നടത്തേണ്ടത്. എങ്ങനെ നടത്തണം എന്നൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാടാ. നീ ഇപ്പോഴേ വെപ്രാളപ്പെടയൊന്നും വേണ്ട. സത്യം പറയല്ലോ വീണേ, വീണയോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നപ്പോ ഒരു ചമ്മലുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. ഇപ്പോ അതങ്ങ് മാറിക്കിട്ടി. എന്ന് കരുതി ദേ നീ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് കരുതി കളയരുത് കേട്ടോ. എന്താടാ? ഇല്ല സാർ. സാറിന് ഈ ബുക്കെല്ലാം പഠിക്കാൻ തുടങ്ങുമാ? ഏയ് ഇല്ലടാ, ഇതൊക്കെ നല്ല മനസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ, നിത്യയെ പോലുള്ളവർക്ക്. സാറിപ്പോ നിത്യ മേഡത്തെ കുറിച്ച് പറയണ കേൾക്കാൻ നല്ല രസം സാർ. இப்போ எனக்கு புரிஞ்சு போச்சு. உங்களுக்கு நிஜமா ഉള്ളിക്കുള്ള അവർ ரொம்ப പിടിക്കും. അതേടാ, ഇത്രയും കാലം ഇല്ലാത്തതുപോലെ മനസ്സിലെ ചില തോന്നലുകൾ, ചില കൂട്ടിമുട്ടലുകൾ, സ്വപ്നങ്ങൾ, അതിനൊക്കെ കാരണം അവളാടാ, നിത്യ. ഞാൻ ഇനി നന്നാവൂടാ. നിത്യ എൻ്റെ കൂടെ സ്ഥിരാവുമ്പോൾ ഞാൻ നന്നാവും. எனக்கு தெரியும் சார், உங்களுக்கு சேஞ்சு வரும். அவர் உங்களை சேஞ்ச் ஆக்கும். அவர் தேவதை சார். அவரை கிடைச்சது உங்களோட புண்ணியம்தான். முருகா, എന്താടാ? தெரியல சார். എന്താടാ? தெரியாது சார். ஸ்டார்ட் ஆகல. നീ ഇറങ്ങ്, നീ ഞാൻ ബോണറ്റാൻ തുറന്ന്. என்னாச்சு? கோயில் இருக்கா? ശേ, ഒരു നല്ല യാത്രക്കിടയില്ല തടസ്സം. பார்க்கட்டும் சார். கோயில் கரெக்டு தானே இருக்கு. ஸ்டார்ட் பண்ணலாமா? என்னாச்சுப்பா? ഇനി എന്ത് ചെയ്യൂടാ?
പക്കത്തില് വർഷാപ്പ് ഏതാവത് இருக்கான்னு தெரியல സാർ. ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ ചോദിക്കാൻ. സാർ അങ്ങ് പറ. ഇവരോ? ആ അവർക്കിட்ட കേട്ട് பார்க்கலாம். வாங்க சார். ஐயா 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 இங்க பக்கத்து വർഷാപ്പ് ഏതാവത് இருக்கா? ഇവിടെ അടുത്തൊന്നുമില്ല, ഉള്ളത് 4 കിലോമീറ്റർ അപ്പുറത്താണ്. എന്താണ് അവിടെ? നിക്കണം. നിക്കാൻ. ஐயா நம்ம கவர். வருது. என்ன என்னாச்சு? ഇവിടേക്ക് കാറിടുമ്പോൾ ലോക്ക് ചെയ്തിട്ട് പോണ്ടേ? പിള്ളേർ വണ്ടിയിൽ നിന്നെന്തോ എടുത്തുകൊണ്ട് ഓടുന്ന കണ്ടിട്ടാ ഞാൻ വന്ന് നോക്കിയത്. താങ്ക്സ് ലോട്ട്. നിങ്ങളുടെ പേരെന്താ? ഹരി. ഞാൻ ജീവൻ. ഇത് ശരവണ്. ஆமா அந்த பிள்ளாருக்கு இது கட்டு போய் எதுக்கு சார்? இதுக்கு വലിയ വിലയൊന്നും இருக்காது. അങ്ങനെ പറയരുത്. ഈ പുസ്തകങ്ങളുടെ വില നമുക്ക് കണക്കുകൂട്ടാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. അതിന് പുറകില് ഒരു വില അച്ചടിച്ചിരിക്കും. പക്ഷെ അതൊന്നുമല്ല അതിന്റെ മൂല്യം. പുസ്തകം ഒരു സംസ്കാരമാണ്. അല്ല, ഇതെല്ലാം നല്ല സെലക്ഷൻ ആണല്ലോ. ഒരുപാട് വായിക്കുന്ന ആളാണോ? ഇതെനിക്കല്ലടോ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക. അയാൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാള്, വരികൾക്കിടയിൽ വാക്കുകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരാള്, അങ്ങനെ ഒരാള് ജീവിതത്തിൽ കൂട്ടായി വരുന്നത് അതൊരു വലിയ ഭാഗ്യ. എന്തായാലും സൂക്ഷിച്ചു പോ. ശരി ശരി. ஆமா